വ്ളോഗിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആശ്രത് കൃഷ്ണ. നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഗോബോൾട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു സ്മാർട്ട് വാച്ച് ആണ്. എന്ന് പറയുന്നത് അവർ മസ്റ്റാങ്ങുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ശരിക്കും ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു റിവ്യൂ അല്ല, നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അൺബോക്സിങ് പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സും ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഒരു റിവ്യൂ ആയിട്ടൊന്നും ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം ടെസ്റ്റ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഇത് ഇന്നാണ് അൺബോക്സ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇനി ടെസ്റ്റിങ് ഒക്കെ ചെയ്തിട്ട് ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ കുറച്ച് ദിവസത്തിന് ശേഷം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ അൺബോക്സിങ്ങും ഇതിനെ കുറച്ച് ഫീച്ചേഴ്സും ആണ്. നമുക്ക് നേരെ ഇതിൻ്റെ അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. അതിന് നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ആ വാച്ചിൻ്റെ ഇമേജും മസ്റ്റാങ്ങിൻ്റെ ഒരു കാറും കാണാൻ പറ്റും. പിന്നെ സൈഡിലൊന്നുമില്ല, ജസ്റ്റ് ബാക്കിൽ നോക്കുവാണെങ്കിൽ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ആണുള്ളത്. കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ അഡീഷണൽ റേസിംഗ് സ്ട്രാപ്പ് കിറ്റ് ഇതിനകത്ത് ഉണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് കർവ്ഡ് എയറോഡൈനാമിക് ഡിസ്പ്ലേ ആണ്. നമുക്കിവിടെ നിന്ന് ഈ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമുക്കിങ്ങനെ ഇത് ഓപ്പൺ ചെയ്ത് തുറക്കാൻ പറ്റും. ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കേസ് കാണാൻ പറ്റും. ഇത് നമുക്കിങ്ങനെ മുകളിലോട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു ബോക്സാണ്, ലൈക്ക് ഇതുപോലത്തെ ഒരു പേപ്പറാണ് കാണുന്നത്. ഇതിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് ഒരു സ്റ്റിക്കേഴ്സ് ഉണ്ട്, കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ ജസ്റ്റ് ഒരു മാനുവൽ പോലത്തെ സംഭവമുണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ ഒരു ക്ലീനിങ് ക്ലോത്തും പിന്നെ ഒരു കാർഡും നമുക്ക് തന്നിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ഓഫ് ഓതൻറ്റിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാർഡ്. നമുക്ക് ഈ ഒരു സംഭവം മാറ്റി വെക്കാം. ഇതിൻ്റെ അകത്താണ് നമ്മുടെ മെയിൻ ഐറ്റംസ് ഉള്ളത്. ഓക്കെ, ഇൻസൈഡ് ബോക്സ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് 3 ഐറ്റംസ് ആണുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാച്ചാണ്. ഇതാണ് നമ്മുടെ വാച്ച്. പിന്നെ ഇത് അതിൻ്റെ ഒരു എക്സ്ട്രാ കേസാണ്. ജസ്റ്റ് ഇത് പുറത്തോട്ടെടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ വാച്ചിൻ്റെ ഒരു എക്സ്ട്രാ ഒരു കേസല്ല, എക്സ്ട്രാ ഒരു സ്ട്രാപ്പ്. ഇത് യെല്ലോ കളർ സ്ട്രാപ്പാണ്. പിന്നെ ഒരു ഫ്യൂൽ അപ്പ് ഗിയർ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ചാർജറാണ്. ഇതിൻ്റെ ചാർജർ എന്ന് പറയുമ്പോഴത്തേക്കും USB to മാഗ്നറ്റിക് പോർട്ടാണ്. അതായത് നമ്മുടെ നോർമൽ ചാർജേഴ്സിനൊക്കെ ഉള്ള പോലത്തെ പോർട്ടാണ്. കാണിച്ചു തരാം. യെസ്, ഇതാണ് നമ്മുടെ പോർട്ട്. ഇത് USB to മാഗ്നറ്റിക് പോർട്ടാണ്. ഇത്ര ഐറ്റംസാണ് നമ്മുടെ ബോക്സിൻ്റെ അകത്ത് ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ വാച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ പീല് പൊട്ടിക്കാം. ജസ്റ്റ് ഇത് ഫുള്ളി കവേർഡ് ആയിട്ടുള്ളൊരു പീലാണ്. യെസ്, ഓക്കെ. സോ ഇതാണ് നമ്മുടെ വാച്ച്. ഇതിൻ്റെ റൊട്ടേറ്റിംഗ് ഡയൽ അവർ ആ ഒരു കാറിൻ്റെ ഫോർമേഷനിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇത് കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള ഒരു വാച്ചാണ്. നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. യെസ്, നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് എഫക്റ്റ് ഇതിൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സ്കാൻ ടു ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആപ്പിൻ്റെ ഒരു QR കോഡും തന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിലെന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് ആപ്പിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് വാച്ചിൻ്റെ ഇൻ്റർഫേസും പിന്നെ വാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ വാച്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ അവർ ആ ഒരു കാറിൻ്റെ ഒരു ഡയലിൻ്റെ സെയിം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വാച്ച് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വാച്ച് സ്ക്രീൻസ് കാണാൻ പറ്റും. ഇത് കുറച്ച് അവർ തന്നെ കസ്റ്റമൈസ് ചെയ്ത സ്ക്രീൻസ് ഉണ്ട്. പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീൻ ഉണ്ട്. മെയിനായിട്ട് കുറേ മസ്റ്റാങ്ങിൻ്റെ കാസിൻ്റെ തന്നെ സ്ക്രീൻസാണ് തന്നിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഇത് ഓൺ ഓഫ് ബട്ടൺ ആണ്. ജസ്റ്റ് ഓണും ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റത്തുള്ളൂ. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് പുള്ളി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വിക്ക് സെറ്റിങ്സ് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ മുകളിൽ നിന്ന് താഴത്തോട്ട് പുള്ളി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സെറ്റിങ്സ് കാണാൻ പറ്റും. അതായത് ഇത് സ്ലീപ്പ് മോഡാണ്, DND മോഡ് ഉണ്ട്. പിന്നെ ബ്രൈറ്റ്നെസ് നമുക്ക് കൂട്ടിയും കുറച്ചും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ജസ്റ്റ് ബാക്ക് ഇറങ്ങുവാണെങ്കിൽ വേറെ ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. പിന്നെ നമ്മുടെ കോൺടാക്ട്സിൻ്റെ മോഡുണ്ട്. പിന്നെ ടോർച്ച് ഉണ്ട്, ടോർച്ച് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിനകത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്താണ് നമ്മൾ സിസ്റ്റമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് റീസ്റ്റാർട്ടും പവർ ഓഫൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ പുള്ളി ചെയ്യുകയാണെങ്കിൽ ഇത് ബാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ റൈറ്റിലോട്ട് നമ്മൾ സ്വാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡാറ്റ, ആക്ടിവിറ്റി ഡാറ്റ, പിന്നെ ഫോൺ കോൾ പെയറിങ്, ഹാർട്ട് ബീറ്റ് മോണിറ്ററിങ് ഒക്കെ കാണാൻ പറ്റും. ഇത് എത്രമാത്രം ആക്യുറേറ്റ് ആണ്, ജെന്യുവൻ ആണെന്ന് കാണാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഇത് നോർമലി കൈ പിടിക്കുകയാണെങ്കിൽ തന്നെ അവർ കാണിക്കും വാച്ച് പ്രോപ്പർലി നന്നായിട്ട് കെട്ട്, അല്ലെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ഇത് ആക്യുറേറ്റ് ആണെന്ന്. പിന്നെ ബ്ലഡ് ഓക്സിജൻ മീറ്റർ ഉണ്ട്, സ്ലീപ്പ് മോഡ് ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറേ ഓപ്ഷൻസ് ആഡ് ചെയ്യാനും പറ്റും.
ഇനി നമുക്ക് എത്ര ആപ്സിൻ്റെ കാര്യം നോക്കാം. ആപ്സ് നോക്കണമെങ്കിൽ ജസ്റ്റ് ഇതിൽ വന്നിട്ട് ഈ പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആപ്സ് അല്ല, അതായത് ഇതിൽ എത്രയൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. ഇതിൽ കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ജസ്റ്റ് ബ്ലഡ് ഓക്സിജൻ ഉണ്ട്, സ്ട്രെസ് മോണിറ്ററിങ് ഉണ്ട്, പിന്നെ വെതർ ഉണ്ട്, നോട്ടിഫിക്കേഷൻ, ക്യാമറ, അതായത് നമുക്ക് റിമോട്ട് ഫോട്ടോഗ്രാഫി നമുക്കിതിൽ എടുക്കാൻ പറ്റും. പിന്നെ മ്യൂസിക് ഉണ്ട്, മെഡിറ്റേഷൻ, വോയിസ് അസിസ്റ്റൻറ്റ്, ടൈം, അലാം, സ്റ്റോപ്പ് വാച്ച്, അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്കിതിനകത്തുണ്ട്. ഗെയിംസൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. കുറേ ഗെയിംസ്, കുറേ ഇല്ല എന്നാലും കുറച്ച് ഗെയിംസൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വാച്ചിൻ്റെ മേജർ ഡീറ്റെയിൽസ്. ഇനി നമുക്കിതിൻ്റെ ആപ്പിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഗോ ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അത് നോട്ടിഫിക്കേഷൻസിൻ്റെ പെർമിഷനാണ്. നമുക്ക് ഇപ്പോഴത്തേക്ക് നോട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്കിതിൽ എന്തൊക്കെയുള്ള ഓപ്ഷൻസാണ് നോക്കാം. അത് സ്ലീപ്പ് ഉണ്ട്, ഹേർട്ട് റേറ്റ് നമ്മൾ എത്രമാത്രം ചെയ്തിട്ടുണ്ട് എന്നുള്ള വെച്ചിട്ട് നമുക്ക് ആവറേജ് തരും. പിന്നെ അതേപോലെ തന്നെ ബ്ലഡ് ഓക്സിജൻ, സ്ട്രെസ്സ്. പിന്നെ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ GPS വെച്ചിട്ട് നമുക്ക് വർക്കൗട്ട് ട്രെയിനിങ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് വാച്ച് ഫേസസ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് കുറേ ടൈപ്പ് വാച്ച് ഫേസസ് ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ ഫേസ് ഗാലറി എന്നുള്ള സംഭവം നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കിതിൽ കുറേ ടൈപ്പ് വാച്ച് ഫേസസ് നമുക്കിതിനകത്ത് കിട്ടും. പിന്നെ അടുത്ത നോക്കുവാണെങ്കിൽ നമ്മൾ മൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇത് നമുക്ക് നല്ല രീതിക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിനി നോക്കാൻ പോകുന്ന 2 ടെസ്റ്റാണ്. അതായത് നമ്മൾ ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള ഒരു സംഭവം, പിന്നെ ഇതിൻ്റെ ഒരു ഷട്ടർ, അതായത് റിമോട്ട് ഫോട്ടോഗ്രാഫി എത്രമാത്രം വർക്ക് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു വാച്ചിൻ്റെ അകത്തുനിന്ന് കേൾക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഷട്ടറിൻ്റെ ഓപ്ഷൻ നോക്കാം. അതായത് നമ്മൾ ഈ ഷട്ടർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാച്ചിൽ റിമോട്ട് ഫോട്ടോഗ്രാഫിയുടെ ഒരു ഓപ്ഷൻ വരും. പിന്നെ നമ്മൾ ക്യാമറ ജസ്റ്റ് ഒന്ന് ആംഗിൾ വെച്ചിട്ട് ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ ഒരു ടൈമർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഇമേജ് ക്യാപ്ചർ ആവും, അതിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഇമേജ്. നിങ്ങൾ ഗാലറി ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും ജസ്റ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത്രയും ടെസ്റ്റാണ് നമ്മൾ ഈ ഒരു വാച്ചിൻ്റെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അൺബോക്സിങ്ങും പിന്നെ ഇതിൽ ഈ വാച്ചിൻ്റെ ഇൻ്റർഫേസ് പിന്നെ ആപ്പിൻ്റെ ഇൻ്റർഫേസ് എല്ലാം നോക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് AMOLED സ്ക്രീനാണ്. ഏകദേശം 1.43 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് ഇതിനുള്ളത്. പിന്നെ ഒരു 500 to 700 നിറ്റ്സിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് ഈ ഒരു വാച്ചിനുണ്ട്. പിന്നെ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് റേസ് ടു അവേക്ക് ഉണ്ട് ഇതിൽ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടൈം എന്നും കാണാൻ സാധിക്കും. പിന്നെ കോളിംഗ് ആൻഡ് കണക്ടിവിറ്റി ഉണ്ട്. നമുക്ക് ഇതിലൂടെ ബ്ലൂടൂത്ത് കോളിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊന്നും ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സാണ് ഇപ്പോൾ പറയുന്നത്. ഇത് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്സിന് കുറച്ച് ദിവസം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഹെൽത്തിൻ്റെ ട്രാക്കിംഗ് ഉണ്ട്. ലൈക്ക് നമ്മുടെ ഹേർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്, ബ്ലഡ് ഓക്സിജൻ ഉണ്ട്, ബ്ലഡ് പ്രഷർ ഉണ്ട്, സ്ലീപ്പ് ട്രാക്കിംഗ് ഉണ്ട്. അതുപോലത്തെ കുറേ സംഭവങ്ങൾ നമുക്കിതിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഫിറ്റ്നസ് ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ 100 to 120 സ്പോർട്സ് മോഡ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ സ്റ്റെപ്സ്, കാലറീസ്, ഡിസ്റ്റൻസ് ട്രാക്കിംഗ് അതൊക്കെ നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ പറ്റും. ബാറ്ററിയുടെ കാര്യം നോക്കുവാണെങ്കിൽ 5 to 7 days ബാറ്ററിയാണ് കമ്പനി പറയുന്നത്. ഇത് എത്രമാത്രം ശരിയാണ് എന്നുള്ള കാര്യം ഞാൻ വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ ആൻഡ് സ്പെഷ്യൽ തിങ്സ് എന്ന് പറയുന്നത് ഒരു മസ്താങ് ടീംഡ് UI ആൻഡ് വാച്ച് ഫേസസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ റൊട്ടേറ്റിംഗ് ക്രൗൺ ഞാൻ അൺബോക്സിങ്ങിനകത്ത് പറഞ്ഞായിരുന്നു. റൊട്ടേറ്റിംഗ് ക്രൗൺ എന്ന് പറയുന്നത് ഒരു നമ്മുടെ മസ്താങ്ങിൻ്റെ കാറിൻ്റെ ഒരു ഫീച്ചർ പോലത്തെയാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ആ കാറിൻ്റെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല, എന്നാലും ഒരു കാറിൻ്റെ ഒരു സംഭവം ആണ് ആ ഒരു ബെസൽസ് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ റൊട്ടേറ്റിംഗ് ക്രൗണിൽ അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ സ്പോർട്സി കാറിൻ്റെ ഒരു ഡിസൈനാണ്. പിന്നെ ഡ്യൂറബിലിറ്റി നോക്കുവാണെങ്കിൽ ഇതിന് IP67 വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്വിമ്മിങ് ഇതിൽ വലിയ രീതിക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇതിൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്. പിന്നെ എക്സ്ട്രാ കൺട്രോൾ നമുക്ക് മ്യൂസിക് കൺട്രോൾ, ക്യാമറ കൺട്രോൾ, വെതർ അപ്ഡേറ്റ്സ്, ഫൈൻഡ് മൈ ഫോൺ പോലത്തെ കുറേ നോർമൽ സ്മാർട്ട് വാച്ചസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ലൈക്ക് ഇതിലെ മ്യൂസിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഞാനത് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ എയർപോഡ്സ് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ബോട്ടിൻ്റെ നിർവാണ പ്രോ
അയോണാണ്. സോ ഈ ഒരു എയർപോഡ് ഞാൻ വെച്ച് നോക്കി, അതായത് നമ്മൾ ജസ്റ്റ് നോർമലി ഈ ഒരു വാച്ച് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യുക, അതിനുശേഷം നമ്മൾ ജസ്റ്റ് നമ്മുടെ എയർപോഡ് വെക്കുക, നമുക്ക് പാട്ട് ഈ ഒരു വാച്ചിലൂടെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. നമ്മുടെ ഫോൺ തൊടാതെ തന്നെ നമുക്ക് ഇതിൽ ജസ്റ്റ് മ്യൂസിക് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് പ്ലേ പോസും നെക്സ്റ്റ് മ്യൂസിക് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. മ്യൂസിക് ഏതാണെന്ന് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് പോസ് ആൻഡ് പ്ലേ ആൻഡ് പ്രീവിയസ് ആൻഡ് നെക്സ്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു വാച്ച് ഞാൻ പർച്ചേസ് ചെയ്തത് 2,999 ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ വാച്ചിൻ്റെ ജസ്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് അൺബോക്സിംഗ് ആണ് ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റിങ്ങും പിന്നെ റിവ്യൂയും ഞാനൊരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. കുറച്ച് ദിവസത്തിന് ശേഷം ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട്, ടെസ്റ്റിംഗ് ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് റിവ്യൂ എങ്ങനെയുണ്ട് ഈ വാച്ച്, പറഞ്ഞിരിക്കുന്ന പോലെ ബാറ്ററി കപ്പാസിറ്റി എത്രമാത്രം ഉണ്ട്, പിന്നെ എത്രമാത്രം ഞാൻ നമ്മുടെ ആ ഒരു ആപ്പ് ഉണ്ടല്ലോ ഗോബോൾഡ് ഫിറ്റ് എന്ന് പറഞ്ഞ ആപ്പിൽ നോക്കിയിട്ട് എത്രമാത്രം ഇതിൻ്റെ ഫിറ്റ്നസ് ചെക്ക് എത്രമാത്രം ആക്യുറേറ്റ് ആണെന്നും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ മോഡ്, സ്പോർട്സ് മോഡ്, സ്റ്റെപ്പ് കൗണ്ട്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ കുറച്ച് ദിവസത്തിന് ഉള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഫീച്ചേഴ്സും മാത്രം പറയുന്നൊരു വീഡിയോ ആണ്. എനിക്കറിയാം ജസ്റ്റ് ഈ ഒരു വാച്ചിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ടെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത്. ബട്ട് ഈ ഒരു കേസിൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും ഫീച്ചേഴ്സും ഉള്ളൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്യാം എന്നുള്ള റിവ്യൂ നമുക്ക് കുറച്ചുകൂടി ഷോർട്ടനായിട്ട് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങിനാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു വാച്ച് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാൻ ആമസോൺ വഴിയാണ് വാങ്ങിച്ചത്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ വ്ളോഗിംഗ് വേൾഡ് ബൈ ആഷിത് കൃഷ്ണ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും അറിയാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ വെച്ച് കാണാം. സോ ടിൽ ദെൻ വ്ളോഗിംഗ് വേൾഡ് ബൈ ആഷിത് കൃഷ്ണ സൈനിങ് ഓഫ്. താങ്ക് യു ആൻഡ് ബൈ ബൈ.